ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിതാ ലോഡർ ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ലോഡർ ഫ്രൈസ് അതേപോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് തന്നെ വളരെ ചിലവ് കുറഞ്ഞിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പാലോളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു ബൗളിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബൗളിൽ ഇതാ ഒരു 3/4 ഗ്ലാസോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ 1/2 ടീസ്പൂണിൽ കൂടുതലായിട്ട് നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗാർലിക് പൗഡർ ഉണ്ടേനോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചി വേണമെന്നില്ല, വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ടാൽ മതി. ഇനി 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഈ ഒരു പാലിൽ ആക്കി വെച്ചാൽ നമ്മുടെ ചിക്കന് നല്ല ജ്യൂസി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടൈം അനുസരിച്ചിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്, അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതാ ചിക്കൻ്റെ കോട്ടിങ്ങിനായിട്ട് 1.5 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുത്തത് അതിനനുസരിച്ചിട്ട് മൈദ എടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/4 ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ ഞാൻ കുറച്ച് ഗാർലിക്കിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ആ ഒരു പാലിൻ്റെ മിക്സിൽ നിന്ന് നമുക്ക് മാറ്റാം. ലോഡർ ഫ്രൈസ് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ലോഡർ ഫ്രൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ലോഡർ ഫ്രൈസ് ഇങ്ങനെ റെസ്റ്റോറൻറ്റിലെല്ലാം പോയാൽ ഇതേപോലെയാണ് കിട്ടുക. ഈ ഒരു കോട്ടിംഗ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ കിട്ടാൻ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ നോർമലായിട്ടുള്ള ചിക്കനില്ലേ, ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഇട്ടിട്ടുള്ള അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ലോഡർ ഫ്രൈസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോഡർ ഫ്രൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനത്തെ ഒരു ബൗൾ എടുത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു മൈദേൻ്റെ ഇതെല്ലാം നമ്മുടെ ചിക്കനിൽ ഇങ്ങനെ നന്നായിട്ട് കോട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ ചെയ്യാം. ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് ആ ചിക്കനിലേക്ക് ആ ഒരു മിക്സ് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും എടുക്കണ്ട, ഓയിലുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ലോഡർ ഫ്രൈസിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാനിങ്ങനെ 2 ബാച്ചാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കോട്ട് ചെയ്തിട്ടുള്ള അതിങ്ങനെ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കിയിട്ടെടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഓയിലോ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ചിക്കൻ്റെ അകത്ത് ആ ഒരു കോട്ടിംഗ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു കളറ് കിട്ടുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൽ മെയിനായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് മയോണൈസ്. മയോണൈസ് നമ്മൾക്ക് ഒരു ടിക്ക മസാലയിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പേ ആയിട്ട് ബുൾസൈ വെച്ചിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ലോഡർ ഫ്രൈസിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇനി 1/4 ടീസ്പൂണിനടുത്ത് മുളക് പൊടിയും പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി വളരെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകയില്ല അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഏലക്കായിൻ്റെ കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയിലുണ്ടാകുന്ന കറുകപ്പട്ടയില്ല അതൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ നമുക്ക് കളറ് കിട്ടണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബർഗറിലെല്ലാം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സോസ് വെച്ചിട്ട്.
നമ്മൾ സാധാ മയോണൈസിൽ ആ ഒരു മസാല ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂണിൽ വളരെ കുറച്ച് മാത്രമാണ് ആ ഒരു മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ചീസിൻ്റെ സോസും കൂടി ഉണ്ടാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ പാസ്തയിൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ മൈദ ഇങ്ങനെ അതിൽ നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മൈദേൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മറന്നത് വരെ അതിൽ നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി നന്നായിട്ട് കട്ടയൊന്നും കെട്ടാത്ത ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. മിക്സാക്കി എടുക്കുമ്പം ഈ ഒരു രീതിയിൽ കട്ടയില്ലാതെ വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു ഗ്ലാസും കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല തിക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണിനടുത്തായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അതും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സ്ലൈസ് ആയിട്ടുള്ള ചീസില്ലേ, ബർഗറെല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ചീസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 or 3 ചീസ് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസല്ല ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട്. ആ ടൈം കൊണ്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള ചിക്കൻ ഫ്രൈയും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനില്ലേ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഈ ഒരു ചിക്കൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് കുറച്ചായിട്ട് ആക്കി കൊടുക്കാം. അപ്പം ഇതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറച്ചായിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മയോണൈസിൽ ടിക്ക മസാല ഉണ്ടാക്കിയിട്ടില്ല അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ സെറ്റാക്കിയിട്ടെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പ്ലെയിനായിട്ടുള്ള മയോണൈസും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ സോസൊക്കെ വേണമെങ്കിൽ അത് ആക്കി കൊടുക്കാം. അപ്പം ആ ഒരു ടേസ്റ്റ് വേണ്ട, ഈ ഒരു മയോണൈസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിലും ആ ഒരു ചിക്കനിലെല്ലാം കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ലോഡർ ഫ്രൈസിന്. അപ്പം അതിന് മുകളിലായിട്ട് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട്. ചീസിൻ്റെ സോസും മയോണൈസും പിന്നെ ടിക്കാൻ്റെ ആ ഒരു സോസും ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലോഡർ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പം നമുക്ക് കടയിൽ നിന്നൊന്നും ഇനി പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ ഒരു ലോഡർ ഫ്രൈസിന് നമ്മുടെ ആ ഒരു ഫ്രൈഡ് ചിക്കനും പിന്നെ ആ ഒരു ടിക്ക മസാല ഇല്ലേ, ടിക്കൻ്റെ ആ സോസ്, അപ്പോൾ അതാണ് കേട്ടോ സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.